നമസ്കാരം എല്ലാവർക്കും എൻഫോർ ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ഒരു കണക്ക് അധ്യാപകൻ്റെ ഓർഗാനിക് ഫാമിലാണ് വന്നിട്ടുള്ളത്. 6 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന തെങ്ങ് കൃഷി, അതും വളരെ മനോഹരമായിട്ട് ഓർഗാനിക് മെത്തേഡിലൂടെ, ജൈവവള മെത്തേഡുകളിലൂടെ ചെയ്യുന്ന ഒരു ഫാമാണ്. അപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെ പ്രചോദനം നൽകുന്ന ഈ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് പോകാൻ വീഡിയോയിലേക്ക്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ശക്തിവേലാണ്. എൻ്റെ ഫാമിൻ്റെ പേര് മുകിൽ ഓർഗാനിക് ഫാം. എൻ്റെ മകൻ്റെ പേര് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ഹൈസ്കൂളിൽ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള കൃഷി സ്ഥലമാണത്. അതിനുശേഷം അച്ഛൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതൊരു ഓർഗാനിക് ഫാമായിട്ട് ചെയ്യാനും പറഞ്ഞിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2010 തൊട്ട് ഞാൻ ഈ കൃഷിയിൽ തുടങ്ങി. അച്ഛൻ്റെ നിന്ന് നമ്മൾ കൈമാറി. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റും ഓർഗാനിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സർട്ടിഫൈഡ് ഫാമാണ്. ഏകദേശം 7-8 സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രാവശ്യം ബെസ്റ്റ് ജൈവ കൃഷീൻ്റെ ഒരു അവാർഡും കിട്ടിയിട്ടുള്ള ഒരു കർഷകനാണ്. ഇപ്പോൾ കർഷകനാണ്, റിട്ടയർമെൻറ്റ് അധ്യാപനം കർഷകനാണ്. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ക്രോപ്പാണ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? തെങ്ങ്, അതിൻ്റെ കൂടെ കൊക്കോ, ഇൻ്റർ ക്രോപ്പായിട്ട് കൊക്കോ ഉണ്ട്. ശരി ശരി. മെയിനായിട്ട് ഇത് തന്നെ. പിന്നെ കുറേ പലവരും വരെ ഇത് കടപ്പള പറയില്ല, അത് സംഭവങ്ങൾ. പിന്നെ കുറച്ച് ചെലും വെച്ച ഇങ്ങനെ ചെറിയ 1-2 അങ്ങനെ മൂച്ചി 1-2 മാങ്ങമരങ്ങളൊക്കെ ഉണ്ട്. അത് മെയിനായിട്ട് തെങ്ങ് തന്നെയാണ്. തെങ്ങ്, ഇൻ്റർ ക്രോപ്പ്, കൊക്കോ. അപ്പോൾ ഈ തെങ്ങിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? മെയിനായിട്ടും നമ്മൾ ജൈവ വളം തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കണത് കൂടുതലും ഇവിടെ വീട്ടിൽ ഫാമിൽ ഉണ്ടാക്കുകയാണ്. ശരി. എന്തുതരം വളം? പറഞ്ഞാൽ ഇത് പഞ്ചകാവ്യ, പിന്നെ ജീവാമൃതം, മീൻ വേസ്റ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മീനമര. അത് പറയാം. എത്ര ഡ്യൂറേഷനിലാണ് നമ്മൾ ഈ തെങ്ങിന് ഇട്ട് കൊടുക്കുന്നത്? ഏത് സമയങ്ങളിലൊക്കെയാണ് നമ്മളത് തെങ്ങിന് ഇട്ട് കൊടുക്കുന്നത്? അതിന് പ്രത്യേകം പറഞ്ഞാൽ ഈ മഴക്കാലത്ത് അധികം കൊടുക്കില്ല. ഈ സീസൺ മൺസൂൺ തീർന്ന വളം കൊടുക്കുന്ന സമയത്ത് ഒരു മാസത്തിന് 15 ദിവസം ഇടയ്ക്ക് നമ്മൾ മാറ്റി ഒരു പ്രാവശ്യം മീനാമലം കൊടുക്കും, ഒരു പ്രാവശ്യം ജീവാമൃതം കൊടുക്കും. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അതിൻ്റെ ആയിട്ടുള്ള അസോക് പൈരിലം, പിന്നെ പാസ്പോ ബാക്ടീരിയ, പൊട്ടാസ്യം ബാക്ടീരിയ പറഞ്ഞിട്ട് ഉള്ള വളങ്ങളൊക്കെ കിട്ടും അവിടെ ലിക്വിഡായിട്ടിൽ. അങ്ങനെ നമ്മൾ നാച്ചുറായിട്ടുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാറുള്ളത്. കെമിക്കൽ ഏതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിയിൽ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ മറ്റുള്ള എന്താ പറയുക കോക്കനട്ട് ഫാമുകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ആ ഈൽഡിന് എങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്? നമുക്ക് അധികമായിട്ടാണോ, കൂടുതൽ കിട്ടുന്നുണ്ടോ, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതായത് ആദ്യം നമുക്ക് കുറയുന്നുണ്ട്, നല്ല പകുതിയായിട്ട് ഒരു 50% തന്നെ കുറയുണ്ട്. കൺവെർട്ട് പീരീഡ് ഞാൻ പറഞ്ഞില്ലേ, സർട്ടിഫിക്കറ്റ് പഠിക്കാൻ കാലത്ത്. അതുപോലെ ഈ ആദ്യം നമ്മൾ ഈ ഇൻഓർഗാനിൽ നിന്ന് ഓർഗാനിക്ക് മാറാൻ കാലത്ത് കുറേ 4 ജോലിയൊക്കെ നല്ല ഫീൽഡിൽ ഈൽഡിൽ നല്ല കുറവ് വന്നു. പിന്നെ ഇപ്പോൾ പതുക്കെ ഇങ്ങനെ കൂടി ആവറേജ് അത്രേ ഉള്ളൂ. അത്ര മറ്റേ അത്ര ഈൽഡില്ല, എന്നാലും ആവറേജ് ഈൽഡ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ശരി. നമുക്കിവിടെ എത്ര ആണ് സാർ ഈ സ്ഥലം ടോട്ടലുള്ളത്? ടോട്ടൽ 6 ഏക്കറുണ്ട്. നിയർലി നമുക്ക് എത്രയോളം തെങ്ങുകളാണ് നമ്മളിവിടെ ഒരു ആവറേജ് നമ്മളിപ്പം ഒരു 450 ഉണ്ട്. 450 തെങ്ങുകളുണ്ട് അല്ലേ? നമുക്കിതിനകത്ത് മാസത്തിലല്ലേ നമ്മൾ ഇതിൻ്റെ തേങ്ങ? അല്ലേ, 40 ദിവസമാണ് മിനിമം. 40 ദിവസം കൂടുമ്പോഴാണ് ആവറേജ് നമുക്ക് എത്ര തേങ്ങയോളം നമുക്ക് കിട്ടുന്നുണ്ട് സാർ? മാക്സിമം നല്ല പീക്കിൽ ഒരു 10,000 കിട്ടും. മിനിമം ഒരു 3,000 വരെയും കിട്ടും ഒരു പ്രാവശ്യം ഇടാം. അപ്പോൾ ആവറേജ് നമുക്ക് ഒരു കൊല്ലത്തിൽ 8 പ്രാവശ്യം സാധാരണ ഇടാറുണ്ട്. അപ്പോൾ ആവറേജ് ഒരു 50 to 60 ഹൈ റേഞ്ചിക്ക് കിട്ടും. നല്ല എന്താ പറയുക, കാലാവസ്ഥയും നമുക്കിതിൽ എഫക്റ്റ് ഉണ്ട്. ചില കാലത്ത് നല്ല മഴയും ഇതൊക്കെ ചൂടുമൊക്കെ നമുക്ക് ആവറേജ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, നല്ല വിളച്ചിലായിരിക്കും. ചില സമയത്ത് കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഈ തേങ്ങ കൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ചെയ്യാറുണ്ട് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹമുണ്ട്. കുറച്ചിപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ തന്നെ മരച്ചക്കിൽ കോൾഡ് പ്രസ് ഓയിൽ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. സ്വന്തമായിട്ട് മരച്ചക്കിലാട്ടിയിട്ട് ആ ഒരു വെളിച്ചെണ്ണ കൊടുക്കുന്നു. ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ഞാൻ പ്രത്യേകം പറയുന്നത് അതിൽ യാതൊരു പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായി. അതും ഇവിടെ മറ്റേ അവിടെയൊക്കെ പറഞ്ഞാൽ നമ്മൾ സൾഫർ വയ്ക്കും. സൾഫർ ഭയങ്കര ഒരു ഡേഞ്ചറുള്ള സാധനമാണ്. സൾഫർ വെക്കാണ്ടിരുന്ന ഈ തേങ്ങൻ്റെ ഇത് കേട് വരും. എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോക്കാക്കി ഉണക്കി പിന്നെ കൊണ്ടുപോയിട്ട് കമ്പനിയിൽ ഇതാക്കുന്ന മുന്നിൽ അതൊക്കെ കേട് വരും. അപ്പോൾ അത് സൾഫർ വെച്ചാലേ അതെ. പക്ഷെ നമ്മൾ സൾഫർ വയ്ക്കില്ല. നമ്മൾ ഇന്ന് ഒരു 4 ദിവസം ഉണക്കിയ പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ചെക്കിലാട്ടണു കൊടുക്കണം. ഞാൻ പറയുന്നത് എൻ്റെ കസ്റ്റമറിൻ്റെ അടുത്ത് പറയുന്നത് ആരാരും ആവശ്യമുള്ള ആൾക്കാരുടെ പറയണമെന്നില്ല. നിങ്ങൾ എന്തായാലും വീട്ടിൽ നമുക്ക് ആവശ്യം റെഗുലർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഒരു മാസത്തിന് മുന്നിൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി തരും. മനസ്സിലായി. മുന്നേ കൂട്ടി കണ്ട് നമുക്ക് റെഗുലർ ആകാൻ കാലത്ത് റെഗുലർ ആകാൻ കാലത്ത് മാസം എനിക്ക് 1 ലിറ്റർ പറഞ്ഞാൽ നമ്മൾ മാസം കൊടുക്കുകയില്ല. 1 ലിറ്റർ 1 ലിറ്റർ അങ്ങനെ. അപ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ ഈ പുതിയതായിട്ട് കിട്ടും. നമുക്ക് പ്രഷർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് ഇല്ല. നമുക്ക് പുതിയതായി ഫ്രഷ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കി ഓർഡർ ഇല്ലാതെ ഉണ്ടാക്കി വെച്ചാൽ അത് സ്റ്റോക്ക് ആകും. പിന്നെ ഞങ്ങൾ ചോദിക്കാൻ കാലത്ത് കൊടുക്കാൻ കാലത്ത് അത് നിങ്ങൾക്കും അതിൻ്റെ ക്വാളിറ്റി ശരിയായില്ല. അതാണ് നമ്മുടെ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ തേങ്ങ നമുക്ക് അത് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ തൊണ്ട് അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്തിനാണ് വിനിയോഗിക്കുന്നത്? അത് നമ്മൾ ഇവിടെ തന്നെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതോ നമ്മുടെ ചകിരികൾ പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ടോ? ചകിരി സെപ്പറേറ്റ് കൊണ്ടുപോകും. കൊണ്ടുപോകും അല്ലേ. ഇപ്പം നമ്മൾ അധികം വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുപ്പ് ചൂടുവെള്ളം വെക്കാനോ അങ്ങനെയുള്ളതിനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ വേസ്റ്റായിട്ട് പോകുള്ളൂ. ശരി. ഫാമൊക്കെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വെള്ളം നമുക്ക്, അതായത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ അറിയാം, പുറത്തൊക്കെ ഭയങ്കര ചൂടും ആ ഒരു കാലാവസ്ഥയുമാണ്. പക്ഷേ ഈ ഒരു ഫാമിനുള്ളിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് കണ്ടീഷനാണ്. വളരെ നമുക്ക് നോക്കിയാൽ ശരിക്കും ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ വന്ന നമ്മുടെ ക്ലൈമറ്റ് നോക്കിയാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്ന ആ വെള്ളം നനവിന്റെ സംവിധാനം എന്താണ് സാർ ചെയ്യുന്നത്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണോ? അതെ. ഡ്രിപ്പ് ഇറിഗേഷൻ എനിക്ക് 2 മോട്ടറുണ്ട്. 2 മോട്ടറിലും 2 ഡിവൈഡ് ചെയ്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് നമ്മളെ സാധാരണ ഒരു എന്താ പറയുക, നമ്മളെ ഒരു കേരളത്തിലുള്ള ട്രെൻഡാണല്ലോ. മിക്കവാറും തെങ്ങുകൾക്ക് വലിയ പരിചരണം കൊടുക്കാതെ വെള്ളം നിർത്തി വളർത്തുന്ന ഒരു രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഡ്രിപ്പ് ഇറിഗേഷനും കൊടുത്ത് വളവും കൂടെ കൊടുത്ത് വളർത്തുക എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കുള്ള ഒരു കൃഷി രീതിയിലോട്ട് സാധാരണ നമ്മുടെ കേരളത്തിൽ പടിഞ്ഞാട്ട് ഈ കിഴക്കൻ പകുതിയിലൊക്കെ ഇത് നല്ലൊരു കൃഷിയായിട്ടാണ് കാണുക. അവിടെ അങ്ങനെയല്ല. നമ്മുടെ പടിഞ്ഞാട്ടും തെക്ക് വയനാടായിട്ടല്ല കോഴിക്കോടോ അല്ലെ കൊല്ലം ഇവിടെയൊക്കെ നോക്കിയാൽ അതൊരു പാർട്ടായിട്ട് മഴ പെയ്ത ഈ വെള്ളം മതി അങ്ങനത്തെ ഉള്ള ഇതായിരിക്കും. പക്ഷെ ഇങ്ങനെ നമ്മുടെ കിഴക്കൻ പകുതിയിലൊക്കെ കേരളത്തിൻ്റെ കിഴക്കൻ പകുതിയിലൊക്കെ കംപ്ലീറ്റും ഒരു സീസണിലെ മഴ കിട്ടുള്ളൂ. മറ്റേ ബാക്കി ഒരു 6 മാസത്തിനൊക്കെ മഴ ഉണ്ടായില്ല. അപ്പോൾ വെള്ളം വേണം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളത് ഒരു കിണർ കിട്ടും, ഇല്ലാന്ന് ബോറിട്ടോ വെള്ളം ഉണ്ടാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ അതൊരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു ആശയമാണ്. ഇതാണ് കൊക്കോ നമ്മൾ ഇന്റർക്രോപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇലയും തലയൊക്കെ വീഴ്ന്നിട്ട് നമുക്ക് നിറയെ വളം കിട്ടും. വളമായിട്ട് ഇവിടെ ഉണ്ടാകും. നമുക്കത് തെങ്ങിന് ബെനിഫിറ്റ് കിട്ടും. മനസ്സിലായി. ഇതിപ്പോൾ നല്ല റേറ്റും ഉണ്ട്. അതുപോലെ ഇതാണ് ഇതിൻ്റെ പെർമെൻറ്റേഷൻ ഇത് കാര്യമൊക്കെ പിന്നെ നമുക്ക് പറയാം. ഈ കണ്ടീഷനായ ഇതാണ് കണ്ടോ, നോക്കോളൂ. ഈ കണ്ടീഷനായ നമ്മൾ എടുക്കണം. കട്ട് ചെയ്യാൻ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അതാണ് കട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അത്രയും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു കളർ മാറിയ യെല്ലോ വന്നാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എത്ര സമയം, ഇതിന് സമയമുണ്ടോ? ഒരു വിളവെടുക്കുന്നതിന് സമയമുണ്ടോ? ഒരു മാസക്കണക്കിൽ ഈ ഇതിന് നമുക്ക് കളർ വന്നാൽ അങ്ങനെ നോക്കി എടുക്കുക. അങ്ങനെ, അതായത് ഈ ഒരു കളറായി വരുമ്പോൾ നമ്മൾ അടുത്ത് കട്ട് ചെയ്ത് എടുക്കുക. അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ ബീൻസ് എടുക്കുന്ന രീതിയിൽ മാറ്റി വയ്ക്കുക അല്ലേ? അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ? ശരി. 24 അടിക്കാണെങ്കിൽ ഫീറ്റ് 24 അടി മിനിമം വേണം. നമ്മുടെയൊക്കെ തെങ്ങുകൾക്ക് അകലവും നീളവും വീതിയും
24 പറയാം. 24 25 ചില ആൾക്കാർ 25 വയ്ക്കും, 25 26 ശരി ശരി. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു തെങ്ങിൻ്റെ രണ്ട് കടയിലുള്ള അകലം. അതുപോലെ തന്നെ നമ്മൾ ഈ തടം എടുത്തിട്ടുണ്ടല്ലോ, തടം ഇത് എത്രയാണ് ഇതിൻ്റെ അളവിലാണ് ഇത് സാധാരണഗതിയിൽ എടുക്കേണ്ടത്? സാധാരണ ഒരു എനിക്കൊരു സാറ് പറഞ്ഞത് ഇളങ്കോ സാറ് അവിടെ യൂണിവേഴ്സിറ്റി സാറാണ്, അയാൾ ഡോക്ടറേറ്റ് എടുത്തതാണ്. അയാൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവർ പറഞ്ഞത് ഈ തെങ്ങിൻ്റെ ചുറ്റളവുണ്ടല്ലോ, ചുറ്റളവ് എടുത്തിട്ട് ഈ ലെങ്ത് ഇവിടെ വെച്ച് നമ്മൾ എടുക്കണം. ചുറ്റളവ് എത്രയാണോ അത്രയോ നമ്മൾ നീളം, അതിന് ഡയാമീറ്റർ ആയിട്ട്, അതിന് റേഡിയസ് ആയിട്ട്, അതിന് റേഡിയസ് ആയിട്ട് സർക്കിൾ എടുക്കുക. ഈ സർക്കിളിൽ നമ്മൾ വളവും ഇട്ട ബെസ്റ്റ് തന്നെ. അയാൾ ഡോക്ടറേറ്റ് എടുത്ത സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ട്? ഇപ്പോൾ 2 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. അതെ അല്ലേ. പിന്നെ ഇതിന്റെ ഈ ഇട്ടേക്കുന്ന നമ്മൾ പറഞ്ഞ ജൈവ വളങ്ങളായിരിക്കും അല്ലേ നമ്മൾ ഇതിനകത്ത്? ജൈവ വളങ്ങൾ അത് ഈ പറഞ്ഞ മാതിരി ഒരു 2.5 അടി അകലത്തിൽ, 2 അടി അങ്ങനെ വരും അകലത്തിൽ അത് ഇട്ട് നമ്മൾ വെള്ളം 2 അടി ദൂരത്തിൽ. അപ്പോൾ ഈ വേരൊക്കെ ഇവിടെ വന്നെത്തും എന്നാണ് പറഞ്ഞത്. അതല്ലേ. പിന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു തെങ്ങിൻ തോപ്പിൽ പോകുന്നത് പോലെയല്ല ഇവിടെ നമ്മളെ പൂർണ്ണമായിട്ടും ഒരു എല്ലാം കിളച്ച്, അതായത് എപ്പോഴും ഒരു മണ്ണ് ഇളക്കമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാകുന്ന ഈ ജൈവ വേസ്റ്റുകൾ, അതായത് തെങ്ങിൻ്റെ പട്ട, ഓല, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് ഇത് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ തന്നെ വളമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പറയാം. കൊക്കോ മെയിനായിട്ട് വെക്കാൻ തെങ്ങിൻ്റെ ഇൻ്റർക്രോപ്പ് അവർ റെക്കമെൻഡ് ചെയ്ത അതിൻ്റെ തലയടക്ക അത് ഏറ്റവും എത്ര കിലോ ഒരു ചെടിയിൽ നിന്ന് കിട്ടും. അത് ഇവിടെ തന്നെ മക്കുന്നത് ഈ തെങ്ങിന് നല്ല വളമെന്ന് പറഞ്ഞു. അതാണ് മെയിനായിട്ട് ഇവിടെ ഇൻ്റർക്രോപ്പ് റെക്കമെൻഡ് ചെയ്യാൻ കാര്യം. പിന്നെ ഈ തെങ്ങ് മട്ട ഇതൊക്കെ നേരത്തെ വന്ന് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രാക്ടറിൽ നല്ല HP കൂടിയ ട്രാക്ടറൊക്കെ വന്നതുകൊണ്ട് റോട്ടാവേറ്റർ യൂസ് ചെയ്തിട്ട് അത് ഇവിടെ തന്നെ നമ്മൾ വെട്ടി മണ്ണിൽ തന്നെ അങ്ങനെ പൗഡറാകും. ശരി ശരി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെ, കാരണം നല്ല രീതിയിൽ നീറ്റായിട്ട്, അതായത് തെങ്ങും പട്ട എല്ലാം ജൈവ മണ്ണായിട്ട് മാറി കിടക്കുന്ന ഒരു കാര്യം കാണുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ ഓട്ടി ശേഷം വീളിന് മട്ടയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അതിന് മുന്നേ ഒരു 10 ദിവസത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന ഒന്നും കാണില്ല, ഇങ്ങനെ ഇതായിട്ട് ഒരു മണ്ണായിട്ട്. ഇതിന്റെ എല്ലാ തെങ്ങിന്റെ പാർട്ടും ബാക്കി വരുന്ന അവശിഷ്ടങ്ങളും വളമായിട്ട് തന്നെ ഇതിനു വേണ്ടി അതെ അതെ എല്ലാ വേസ്റ്റുകളും തെങ്ങിന് തന്നെ വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശരി ശരി. ഇത് നമ്മൾ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിടുക പറഞ്ഞാൽ വ്യാപാരികളിൽ തന്നെ കച്ചവടക്കാരെ അവർ തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇടും. നമ്മളൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അവരിട്ട് ഇങ്ങനെ വെക്കും. അവസാനം നമ്മൾ അത് കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ ഒരു ഈ ഏരിയ കിഴക്കൻമതിയിലുള്ളത്. അതെ, ഒരു പ്രൈസ് ഇട്ട് കൊടുക്കും, അവർ തന്നെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് കൊടുത്താൽ ഒരു തേങ്ങനെ ഇത്ര എന്ന് പറയും. അത് ആദ്യം സംസാരിച്ചിട്ടേ നമ്മൾ ഇടുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ. നമുക്ക് ഈ ആൾക്കാരുടെ നോക്കേണ്ട ആവശ്യമില്ല. അത് കച്ചവടക്കാർക്ക് എങ്ങനെ പറഞ്ഞാൽ അവർ പെർമനന്റ് ആൾക്കാരുണ്ട്. അപ്പോൾ ഡെയിലിയും അവർ ഇങ്ങനെ തോപ്പിലിട്ട് നമുക്ക് മാസത്തിന് 100 പ്രാവശ്യം പോയി ആൾ പിടിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അവർ പിന്നെ അവർ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ആൾക്കാർ വെച്ചിരിക്കുക. അതിന് ഏകദേശം ഇട്ട് ഇതുപോലെ വെക്കാൻ ഉള്ളത് ഒരു 1000 ഏകദേശം ഒരു തേങ്ങയ്ക്ക് ₹1.70 എന്താ ഉണ്ട് ഇവർക്ക്. അതായത് ഈ ഇവര് വെള്ളമെടുക്കുന്ന കോസ്റ്റാണ് പറയുന്നത്? അല്ല, ഇട്ട് ഇങ്ങനെ ഇടുന്ന പണിക്കാർക്ക് ഒരു തേങ്ങയ്ക്ക് ₹1.70. ഒരു തേങ്ങയ്ക്ക് ₹1.70 തെങ്ങിൽ നിന്നും ഇറക്കി ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു റേറ്റ് വരുന്ന ₹1.70 അവർക്ക് ചാർജ് വരുന്നുണ്ട്. ഇട്ട് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സെൻറ്ററായിട്ട് ഇട്ട് വെക്കാം. പിന്നെ ഇത്രയും മാസമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു പ്രായോഗികമായിട്ടുള്ളത് ഈ ഒരു വഴി തന്നെയാണല്ലോ ഉള്ളത്. അതാണ്. ഇത് മാട്ടിൻ്റെ നമ്മൾ നാട്ടുമാടാണ് കേട്ടോ, നമ്മുടെ സാധാ ഇവിടുത്തെ ഇതല്ല. നാട്ടുമാടിൻ്റെ നാട്ടുമാട് പശുക്കളുടെ യൂറിൻ എടുക്കും. അത് 10 ലിറ്റർ. പിന്നെ 10 കിലോ നാട്ടുമാട്ടിൻ്റെ ചാണകം എടുക്കണം. 2 കിലോ ജാക്രിയും പറയാം നമ്മൾ, നാട്ടുചക്ര അത്. പിന്നെ 2 കിലോ പച്ചപ്പയറിൻ്റെ പൗഡറോ ഇല്ല അതിനെ കൊള്ളിൻ്റെ പൗഡറോ ഇല്ലാന്ന് വൺപയറില്ലേ അതിൻ്റെ പൗഡർ, പയറ് വയലിന് ഒരു 2 കിലോ ഈ റേഷ്യോ. ഇത് നമ്മളെടുത്ത് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ
യൂണിവേഴ്സിറ്റി നമ്മളിവിടെ അടുത്ത് നമുക്ക് കോയമ്പത്തൂർ അഗ്രി യൂണിവേഴ്സിറ്റി അടുത്തുള്ളത് കൊണ്ട് ഇത് അസോസ്പൈരെല്ലാം പറയും. അസോസ്പൈരില്ല ഇത് വന്ന് ഇത് അസോസ്പൈരില്ല, ഇത് വന്ന് നൈട്രജനാണ്. അത് മിക്സ് ചെയ്യും. ഇത് എത്ര മിക്സ് ചെയ്യും പറഞ്ഞാൽ ഇതിലൊരു 200 ഗ്രാം 200 മില്ലി ml. ഇത് വന്ന് പാസ്പോ ബാക്ടീരിയ പറയും. ഇത് അത് മറ്റേ NPK അല്ലേ അതിൻ്റെ ബാക്ടീരിയ. ഇത് പൊട്ടാസിൻ്റെ ബാക്ടീരിയ. ഇത് പാസ്പ്രസിൻ്റെ ബാക്ടീരിയ, ഇത് പൊട്ടാസിൻ്റെ ബാക്ടീരിയ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ 200 അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കളക്കുക. അത് പറയാം, അവർ ക്ലോക്ക് വൈസിൽ കളക്കണം, ആൻറ്റി ക്ലോക്ക് വൈസിൽ കളക്കാൻ പാടില്ല. ക്ലോക്ക് വൈസിൽ കാലത്തും വൈകുന്നേരവും അങ്ങനെ ഒരു 5 ദിവസം മാക്സിമം 7 ദിവസം വരെ നമ്മൾ 5 ദിവസം എന്നാൽ അതിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റായിട്ട് നെറ്റ് മാതിരി ഒരു പാലാടയില്ലേ, നമ്മൾ പാലൊക്കെ കൊതിക്കാൻ ഒരു മേലെ ഒരു ആട വരില്ലേ, അതുപോലെ വരും. അപ്പോൾ വൈകിട്ട് നമ്മൾ ഇങ്ങനെ കളക്കി വെച്ചിട്ട് കാലത്ത് നോക്കി ഒരു 5-6 ദിവസമൊക്കെ നോക്കിയാൽ നമുക്ക് അങ്ങനെ മേലെ നോക്കി ഒരു വൈറ്റ് കളറിലൊരു പാലാടമാതിരി വരും. വന്നാൽ അത് നമുക്ക് റെഡിയായി. അതിനെടുത്തിട്ട് നമുക്ക് 2 രീതിക്ക് ചെയ്യാം. ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷനിൽ വെഞ്ചിരി വെച്ചിട്ടുണ്ട്, നാളെ കാട്ടിത്തരാം. വെഞ്ചിരിയിൽ എങ്ങനെയാണ് അത് ഇവിടെ കൊടുക്കുക. തെങ്ങിന് കറക്റ്റായിട്ട് പോവും. നമ്മൾ വെഞ്ചിരിയിൽ മാറ്റി ഒഴിച്ചു കൊടുത്താൽ തെങ്ങിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ അങ്ങനെ കിട്ടും. ഇല്ല എന്നാൽ നമ്മൾ എന്താ പറയുക, വെള്ളത്തിൽ ബക്കറ്റിൽ ഒഴിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ പാത്തിയിൽ വെള്ളം ഇടും, അതിൽ ഒഴിച്ചു കൊടുക്കുക. അതെ, അതാണ് അങ്ങനെയാണ്. അപ്പോൾ 200 ലിറ്ററിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അവസാനം 200 ലിറ്റർ വെള്ളം, അത് ബാക്കി 200 നമ്മൾ വെള്ളം 200 ലിറ്റർ മിക്സ് ചെയ്തിട്ട് ഈ സാധനയാസം ഒരു 200 ലിറ്റർ വരും. അതിനാണ് ഈ ഡ്രംസ് ഒക്കെ 200 ലിറ്ററിന്റെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ ലിറ്റർ നമ്മൾ ഒരു തെങ്ങിന് 1 ലിറ്ററിന് ഒരു തെങ്ങിന് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ഒഴിച്ചു കൊടുക്കുക. അത് ഒരു മാസത്തിന് ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. അത് ജീവാമൃതം. ശരി. ഇത് മീൻ വേസ്റ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മീനിന്റെ വേസ്റ്റ് അതാ മീനാമലോ പറയും, ഫിഷ് ആസിഡ് എന്ന് പറയും. അതാണിത്. ഇത് എങ്ങനെയാ പറഞ്ഞാൽ അത് കാട്ടിത്തരാം. അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് അത് ഒന്ന് നേരിട്ട് കാട്ടിത്തരാം. മീൻ വേസ്റ്റ് നമ്മൾ 10 കിലോ മീൻ വേസ്റ്റ് എടുത്താൽ 10 കിലോ നാട്ടു ചക്കര ഇടണം. 10 കിലോ മീൻ വേസ്റ്റിന് 10 കിലോ നാട്ടു ശർക്കര. വേറൊന്നുമില്ല. മീൻ വേസ്റ്റ് എടുത്ത് നമ്മൾ ഇട്ട് ഇതുപോലെ കളക്കൊരു ഡ്രമ്മിൽ 22 ദിവസം അടച്ചു വെക്കണം. ഇതുപോലെ അടച്ചു വെക്കണം. തിറക്കാൻ പാടില്ല. ആക്ച്വലി 22 ദിവസം തിറക്കാൻ പാടില്ല. 22 ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഇത് എങ്ങനെയാണ് നമ്മൾ അപ്പോൾ ഈ ലിക്വിഡായി മാറുമ്പോൾ? ലിക്വിഡ് നമ്മൾ കാട്ടില്ല, ഇപ്പോൾ ഞാൻ കാട്ടിത്തരാം. നമുക്ക് അതിൽ ഇതുപോലെ തേന്മാരിയ സംഭവം കിട്ടും. ഇതുപോലെ നമുക്കൊരു ലിക്വിഡ് കിട്ടും അല്ലേ? ലിക്വിഡ് കിട്ടും. ഇത് പക്ഷേ സ്മെല്ലൊന്നും ഇല്ലല്ലോ. ഇല്ല, വരില്ല, സ്മെല്ല് വരില്ല. നല്ല മണമായിരിക്കും. നല്ല മണമായിരിക്കും. അതാണ്, ഒരു സ്മെല്ലും ഇല്ല, നല്ല മണമായിരിക്കും. ഇതിൽ ഇനിയും കൂടെ ഇതിൻ്റെ തമിഴിൽ എന്താ പറയുക, മേമ്പടുത്തിയ മീൻ വളം പറയും. അതിന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാരൻ്റെ കൂടെ വാഴപ്പഴം ഇല്ലേ, അത് പിന്നെ ഡേറ്റ്സ് ഇതൊക്കെ ഇട്ട് നമ്മൾ ചെയ്താൽ ഇനിയും കൂടെ നല്ല കിട്ടും, കുറച്ച് റിസൾട്ട് കിട്ടും. ഇത് നമ്മൾ എങ്ങനെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? അത് അതുപോലെ തന്നെ നമ്മളൊരു 20 മില്ലി ഈ ലിക്വിഡ് 20 മില്ലി എടുക്കുക. എടുത്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇല്ലാതെ വെഞ്ചുറിയിൽ നമുക്ക് അതുപോലെ എത്ര ഇപ്പത്തങ്ങ നമ്മൾ വെള്ളം പോകുന്ന അറിയാമല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് വെഞ്ചുറിയിൽ കണക്ഷൻ ചെയ്ത് എന്നാൽ നമുക്ക് വെഞ്ചുറി കാണാം. നമുക്ക് വെഞ്ചുറി പറയണ സംഭവം വെഞ്ചുറി. ഇതിപ്പോൾ നമ്മൾ വളം കളക്കം പറഞ്ഞാൽ വെള്ളത്തിൽ ട്രിപ്പിക്കേഷൻ വളം തെങ്ങിന് ഡയറക്റ്റായിട്ട് പോകും. അതായത് വളം നേരിട്ട് തെങ്ങിന് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ വെഞ്ചുറി പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം വെള്ളം കളക്കണമല്ലോ, വെള്ളം വേണം പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടുത്തെ ഈ നമ്മുടെ മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കേണ്ടത്. മോട്ടറിൽ നിന്നും ഇതിലേക്ക് വെള്ളം നിറയ്ക്കണം. ഇവിടെ തന്നെ വെള്ളം വേണമല്ലോ. ഇപ്പോൾ 100 ലിറ്റർ 200 ലിറ്റർ എങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ നമ്മൾ ഡ്രം യൂസ് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് നിറഞ്ഞാൽ 100 ലിറ്റർ പറഞ്ഞാൽ 100 ആകാം, 50 നമ്മൾ മാർക്ക് ചെയ്തിട്ട് അല്ല സൈസ് ഡ്രം 100 സൈസുള്ള ഡ്രം എടുക്കുക, 50 ലിറ്ററുള്ള ഡ്രം യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യം എങ്ങനെയാണ് അതുപോലെ ഡ്രമ്മുകൾ
ഈ ഒരു സിസ്റ്റത്തിലൂടെ ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്ക് വരുന്നുണ്ടല്ലേ, അതായത് ലേബർ കോസ്റ്റ് നമുക്ക് പണി കമ്മിയാകും. അതാണ് ഇത്രയും ഒരു 6 തെങ്ങിൻ്റെ ചോട്ടിൽ ഒളിക്കുക പറഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും. അതെ അതെ, ഈ ഒരു സിസ്റ്റം വളരെ നല്ലൊരു സിസ്റ്റമാണ്. ലിക്വിഡ് ഇപ്പോൾ ഏകദേശം എല്ലാവിടെയും യൂറിയ തൊട്ട് കിട്ടുന്നുണ്ട്, ലിക്വിഡ് യൂറിയ കിട്ടുന്നുണ്ട്, പൊട്ടോസ് ഇതൊക്കെ ഉണ്ട്. ഇല്ലാതെ ഈ വെള്ളത്തിൽ കരയുന്ന സാധനങ്ങളുണ്ട്, നമ്മൾ വെള്ളത്തിലിട്ട് കറച്ചിട്ട് കൊടുക്കുന്ന സാധനം. അത് ഇൻഓർഗാനിക് നമുക്ക് പിന്നെ ഓർഗാനിക്കിലല്ല ലിക്വിഡ് ഐറ്റം തന്നെ കിട്ടും. ശരി ശരി, കിട്ടും. ഓർഗാനിക് എന്നുള്ള കൺസെപ്റ്റ് വരുന്നതുകൊണ്ട് സാറ് കൂടുതൽ ഈ ഒരു മെത്തഡാണ് കൂടുതലും നമുക്ക് യൂസ്ഫുൾ ആവുള്ളത്. അതെ, ഇതാണ് അതിൻ്റെ ഇത് നമ്മൾ ഉള്ളിലിടണം. ഉള്ളിൽ ഇട്ട് നമ്മൾ, അതായത് അതിൻ്റെ ഫുട്ബോളും ആണല്ലേ? ഫുട്ബോൾ. ഇത് നമ്മളിപ്പോൾ എത്ര ലിറ്റർ നമുക്ക് കണക്കുണ്ടല്ലോ, ഇപ്പോൾ 25 ലിറ്ററാണത്. അപ്പോൾ 25 തെങ്ങിന് പറഞ്ഞാൽ നമ്മൾ കണക്കെടുത്തിട്ട് എത്ര ആവശ്യം, 25 തെങ്ങിന് ആവശ്യമുള്ള നമ്മൾ അളന്നെടുത്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക അല്ലേ? അതെ. അപ്പോൾ എത്രയാണ് നമ്മളിപ്പോൾ വെറുതെ ഒഴിക്കുകയാണ് ഇതിന് മാത്രമായിട്ട്. നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഒരു ഡെമോ മാത്രം. അതെ അതെ. നന്നായിട്ട് കാച്ച് മിക്സിങ് ചെയ്യണം. നമ്മൾ വെള്ളത്തിൽ കളയണമല്ലോ. നന്നായി കളഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യണം പറഞ്ഞാൽ ഇതിൻ്റെ ഗേറ്റ് വാളാണ് കേട്ടോ. ഗേറ്റ് വാളാണ്. വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഇതകത്തേക്ക് ഓട്ടോമാറ്റിക്കലി. അതങ്ങനെ വരില്ല, നമ്മളിത് കുറേ 3 ഗേറ്റ് വാൾ ഉണ്ടാക്കണ്ടില്ലേ? ഇതിലുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഫോഴ്സിൽ അത് ഇത് രണ്ടും ഓപ്പൺ ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇത് രണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതെവിടെ ഉണ്ട് മെയിനിൽ ഈ ഗേറ്റ് വാൾ നമ്മൾ പകുതിയായിട്ട് അടയ്ക്കണം. അപ്പോഴാണ് വെള്ളം എടുക്കുള്ളൂ. ഇതിപ്പോൾ വെള്ളം ഇതിലുള്ള അത്രയും വെള്ളം ഇതിലുള്ള കണ്ട നേരെ ഉണ്ടായിരുന്നില്ല, അത് ഓസിലൂടെ അതിങ്ങനെ ഇതുമായിട്ട് അങ്ങനെ പോയി അതിൽ മിക്സ് ആയിട്ട് നമ്മൾ കളർ മാറുന്നു. നിങ്ങൾ കുറച്ച് നേരം വെള്ളം അതിൽ വരുന്ന ട്രിപ്പിൽ വരുന്ന കളർ മാറുന്നു. ഇപ്പോൾ ട്രിപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ആ ഒരു ഈ വളം കംപ്ലീറ്റും ട്രിപ്പിലേക്ക് വരും. ഇത് നല്ലൊരു സിസ്റ്റം ആണല്ലോ. അതെ, വെള്ളത്തിലൂടെ തന്നെ നമുക്ക് അതായത് തെങ്ങിന് ആവശ്യമായിട്ടുള്ള വളവും മെനൂറും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നൊരു മെത്തേഡ്. നമ്മളിപ്പോൾ അവിടെയും പോകണ്ട. ഇപ്പോൾ ഇതിലൊരു ഏകദേശം 30 തെങ്ങുണ്ട്. ഈ 30 തെങ്ങിനും പോയി വളം പോയി എത്തും. ആണ് തെങ്ങിന് റൗണ്ട് പാത്തി കെട്ടിയില്ലേ, അത് നേരത്തെ ആൾക്കാർ വെച്ച് കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആൾക്കാർ കിട്ടാത്തത് കൊണ്ട് ഈ ടില്ലറാണ്, നമ്മുടെ കാമ്പ് വണ്ടിയാണ് ടില്ലർ. അതെ, അത് വെച്ചാണ് ഈ പാത്തി കംപ്ലീറ്റും നമ്മൾ കട്ട് ചെയ്ത്. ഇതിൽ നിന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റ് ഇതിലാണ് കിട്ടിയത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് കിട്ടിയത്. രജിസ്ട്രേഷൻ ചെയ്താൽ നമുക്ക് ഫുൾ എമൗണ്ട് കട്ടിയ 50% നമ്മുടെ അക്കൗണ്ടിൽ വന്നെത്തും. അതായത് സബ്സിഡി ആയിട്ട് 50% സബ്സിഡി ആയിട്ട് നമ്മുടെ അക്കൗണ്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ? അതില്ല, ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്ത് സീനിയാരിറ്റി പ്രകാരം വരും. എടുത്ത് നമ്മുടെ പാസ്ബുക്ക് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്താൽ അവർ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. എടുത്തിട്ട് പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഫുൾ അടയ്ക്കണം. സബ്സിഡി നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരും. കാരണം ഇതേമാതിരി തന്നെ എല്ലാം ഇത് ഈ സ്കീമിൽ 3 സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊന്നും മേടിച്ചിട്ടുണ്ട്. പിന്നെ മോട്ടർ, കിണറ്റിൽ മോട്ടർ, കിണറിലുള്ള മോട്ടർ അതിൽ അങ്ങനെ കിട്ടി. അതൊരു 10,000 മോട്ടറിൻ്റെ ഇതിൽ ഒരു 10,000 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ കൊടുക്കേണ്ട സാധനം ഇത് മാത്രമേ ഉള്ളൂ. അത് ടാക്സി റെസിപ്റ്റ്, ആധാർ കാർഡ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, ഇത്ര മാത്രമേ ചിലവുള്ളൂ. നമ്മൾ 5 പൈസ ആയിരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഗവൺമെന്റിൽ നമുക്ക് നിലവിൽ അങ്ങനെ ഒരു സംവിധാനങ്ങളില്ല. ഇല്ല, കൃഷിഭവൻ മൂലം നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഡ്രയർ ഇതൊക്കെ ചോദിച്ചു. അതുപോലെ സോളാർ ഡ്രയറും ചോദിച്ചു. അതൊക്കെ ചോദിച്ചാൽ നമ്മൾ തേങ്ങൻ്റെ ഉണക്കി ചെക്കിന് ആട്ടാണോ ഇല്ലാതെ അതുപോലെ ഈ കൊക്കോ ഉണക്കാനൊക്കെ സൗകര്യമാണെന്ന് ചോദിച്ചപ്പോൾ അവർ അതൊന്നും ഇല്ല പറയണു. അതെ, നമ്മൾ പറയാൻ പോയാൽ നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എനിക്ക് ഇതുവരെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം അല്ലേ? അതെ, സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റാണ്. ശരി. ഇത് നമ്മുടെ ഫാം വന്ന് സർട്ടിഫൈഡ് ഫാമാണ്. അതാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ഇത്. സ്കൂപ്പ് സർട്ടിഫിക്കറ്റ്.
സ്കോപ്പ് പുതുക്കേണ്ട സർട്ടിഫിക്കറ്റ് അതപ്പോൾ വരച്ച വെച്ച് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമുക്ക് 3 കൊല്ലം കൺവെർഷൻ പീരീഡ് വരെ. അപ്പോൾ അത് ഒറിജിനൽ അല്ല കൺവെർഷൻ പീരീഡാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാം. എനിക്ക് 8 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ് ആയി. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ആദ്യം 3 കൊല്ലം കൺവെർസേഷൻ പീരീഡ് എന്ന് പറയാം. അത് നമുക്ക് ലോക്കലായിട്ട് കൊടുക്കാം. അതാണ് ഒറിജിനൽ ആകുമ്പോൾ 3 കൊല്ലം തീർന്നാലേ നമുക്ക് ഇതിൻ്റെ ഫുൾ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ പറയണത്. ശരി. അതിനുള്ള ഒരു ഫാമാണ് ഇത് NPOP നോംസിൻ്റെ നാഷണൽ സ്റ്റാൻഡേർഡ്. നമുക്ക് ധൈര്യമായിട്ടും ഈ ഫാമിലെ പ്രോഡക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതാണ് അതിന് എക്സ്പോർട്ട് ഉണ്ട്. അതൊരു ഇപ്പോൾ ഇതിൽ പറഞ്ഞ അമേരിക്കനെ എക്സ്പോർട്ട് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് പഠിക്കണം. യൂറോപ്യൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എല്ലാത്തിനും ഓരോ സ്റ്റാൻഡേർഡ്. ഇതൊക്കെ ബേസിക് വേണം. ഇത് പറഞ്ഞാൽ അടുത്ത് നമുക്ക് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനും പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ അമേരിക്ക, ജപ്പാൻ പറഞ്ഞാൽ അവരുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവരുടെ അടുത്ത് പോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് കൊടുക്കും. യൂറോപ്യൻ പറഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഇതാണ്. അമേരിക്കയെക്കാട്ടിയും യൂറോപ്പ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലെ വടകരപ്പതി പഞ്ചായത്തിലെ ഓർഗാനിക് ഫാമിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ മെത്തേഡും പറഞ്ഞു തന്ന സാറിന് 1000 നന്ദിയുണ്ട്. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ തെങ്ങ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാർ. നമ്മുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കൃഷി ഇപ്പോൾ ആകെ കൂടി അറിയാനില്ല. അതിനെ നമ്മൾ പ്രോത്സാഹിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ കുറേ ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവങ്ങൾ സങ്കടകരമാണ് സത്യം പറഞ്ഞാൽ. അതാണ് ഏത് ഗവൺമെൻറ് സൈഡിലില്ല, നമ്മുടെ ആൾക്കാരുടെ സൈഡിലും കസ്റ്റമർ സൈഡിലൊന്നും സപ്പോർട്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ല, കർക്ക് ഇവിടെ സാധാരണ പാലക്കാട്ടിലെ നമ്മുടെ ഇവിടെ നിന്ന് ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏകദേശം ഞങ്ങളുടെ ആൾക്കാർ തന്നെ എല്ലാവരും അവിടെ ഇപ്പോൾ നിങ്ങൾ പാലക്കാട് കോട്ടമേജ ചുറ്റിലുള്ള കർക്ക് അവർ കമ്പിളി കച്ചവടം ഞങ്ങളുടെ ആൾക്കാരാണ് ഒക്കെ അവിടെ നമ്മുടെ നാട്ടുകാർ ഇവിടെ തൊട്ട ആൾക്കാരാണ്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു 2 രൂപ ചേർത്ത് കൊടുക്കും, നല്ല സാധനം 2 രൂപ ചേർത്ത് കൊടുക്കും പറഞ്ഞു. അതായത് ഓർഗാനിക് പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ വില കിട്ടണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ടെക്നോളജി എല്ലാം വികസിപ്പിച്ചെടുത്ത് വന്നു കഴിഞ്ഞ ഒരു പ്രോഡക്റ്റായി വരുമ്പോൾ അതിന് വേണ്ട മൂല്യം കിട്ടണം. അതാണ് സാറ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾ വേണ്ട പാലക്കാട് തന്നെ ഒരു ഓർഗാനിക് ഷോപ്പിൽ ചോദിച്ചു നോക്കി, സാധാ ഷോപ്പിൽ ഒരു സാധനം ഇവിടെ എത്ര വില ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല തേങ്ങ ഞാൻ സാധാരണ നോർമലായിട്ട് 8 രൂപയ്ക്കും 9 രൂപയ്ക്കും തന്നെ കൊടുക്കും. 8 രൂപയ്ക്കും 9 രൂപയ്ക്കാണ് ഒരു തേങ്ങ ഇവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പ്രേക്ഷകരെ സാറിൻ്റെ നമ്പർ നമ്മുടെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടുത്തെ കോക്കനട്ട് പ്രോഡക്ട്സ് ആവശ്യമുള്ളവർ സാറിനെ വിളിക്കാം. അതുപോലെ തന്നെ ഓർഗാനിക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ച് സംസാരിച്ച് പറയുകയാണെങ്കിൽ അവർ അതനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി തരും. അത് വളരെ നാച്ചുറലായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാമിലെ ജെനുവിൻ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട ഓരോ ദിവസവും ഞങ്ങളുടെ പ്രേക്ഷകർ ഞാൻ പറയണത് ഈ ഓയിൽ പ്രിസർവേറ്റീവ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു നമ്മൾ വീട്ടിലെ ആവശ്യം നമുക്കറിയാം, ഒരു മാസത്തിന് എത്ര ഓയിൽ ആവശ്യമുണ്ട്. അത് ഒരു മാസം മുന്നിൽ പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതാണ് അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ഇല്ല, ഫ്രഷായിട്ട് കിട്ടും. അതായത് ഒരു മാസം മുന്നെയെങ്കിലും അടുത്ത മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ റെഡിയാക്കി തരും. കേടുപാടില്ലാതെ അത് കൃത്യമായിട്ട് അവരിവിടെ അതെന്ത് ചെയ്ത് തരും, ഉണ്ടാക്കി തരും എന്നാണ് സാറ് പറയുന്നത് കേട്ടോ. ബുക്കിംഗ് ഇരുന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. അതെ, നേരത്തെ കുട്ടി വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് വയ്ക്കുക കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുവരേക്കും നമ്മുടെ പ്രോഗ്രാം കണ്ട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.